ഭൂമിയിലെ നരകരാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന നോർത്ത് കൊറിയ എന്നും നിഗൂഢതകൾ നിറഞ്ഞ ഒരു രാജ്യം. അവിടെയുള്ള തടവറകളുടെ അവസ്ഥ പുറം ലോകത്തെ പോലും പേടിപ്പിക്കും വിധമാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അവിടുത്തെ ജനതയുടെ യഥാർത്ഥ ജീവിതം മനസ്സിലാക്കാൻ മിക്കപ്പോഴും ലോകത്തിന് കഴിയാറില്ല. ആ രാജ്യത്തിന്റെ ഏകാധിപത്യത്തിന് കീഴിലെ ജനങ്ങളുടെ ജീവിതം എന്നും കൗതുകകരമാണ്. എന്നാൽ അതിലും നിഗൂഢമായത് ഉത്തര കൊറിയയിലെ കുപ്രസിദ്ധമായ ജയിൽ ക്യാമ്പുകളിലെ ആളുകളുടെ ജീവിതമാണ്. യഥാർത്ഥ നരകയാതനകൾ തന്നെയാണ് അവിടെയുള്ള തടവുപുള്ളികൾ അനുഭവിക്കുന്നത്. ദിവസേന പീഡനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള നൂൽപാതയിലൂടെ നടക്കേണ്ടി വരുന്ന ദശലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെയുള്ളത്. അവരുടെ ഭയാനകമായ അവസ്ഥകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഉത്തര കൊറിയൻ തടവുകാരനായ കാങ് ചോൽ ഹ്വാനാണ് ലോകത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞത്. ഉത്തര കൊറിയയിലെ കുപ്രസിദ്ധമായ യോഡോക് തടങ്കൽ പാളയത്തിൽ 10 വർഷത്തോളമാണ് അദ്ദേഹം കഴിഞ്ഞത്. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദക്ഷിണ കൊറിയയിലെത്തി. അതിനുശേഷമാണ് തൻ്റെ അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പ്രശസ്തമായ ദ അക്വേറിയംസ് ഓഫ് പ്യോങ്യാങ് എന്ന പുസ്തകം എഴുതുന്നത്. അതോടെ തടങ്കൽ പാളയത്തിലെ ആളുകളുടെ നിസ്സഹായാവസ്ഥയും ദുരിതങ്ങളും ലോകം അറിഞ്ഞു തുടങ്ങി. കാങ്ങിന് 9 വയസ്സുള്ളപ്പോൾ ഉത്തര കൊറിയൻ സർക്കാർ അദ്ദേഹത്തിന്റെ മുത്തച്ഛനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. എന്നിട്ട് കുടുംബത്തെ ഉത്തര കൊറിയയിലെ ഏറ്റവും കുപ്രസിദ്ധമായ തടങ്കൽ പാളയമായ യോഡോക്കിലേക്ക് അയച്ചുവത്രേ. ഉത്തര കൊറിയയിലെ ജയിൽ ക്യാമ്പുകൾ നാസി തടങ്കൽ പാളയങ്ങളിൽ നിന്ന് അല്പം പോലും വ്യത്യസ്തമായിരുന്നില്ല. ഹിറ്റ്ലറുടെ നാസിസത്തിന്റെയും സ്റ്റാലിനിസത്തിന്റെയും ഒരു പതിപ്പ് തന്നെയായിരുന്നു ഉത്തര കൊറിയൻ ഭരണകൂടവും നിയമങ്ങളും. അവിടുത്തെ ദുഷ്കരമായ ജീവിതം അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെ: രാവിലെ 5 മണിക്ക് ഉറക്കമുണർന്ന് ഹാജരിൽ ഒപ്പുവെക്കും ഓരോരുത്തരും. അതിനുശേഷം വൈകുന്നേരം 7 മണി വരെ പണിയെടുക്കും. ജോലി ചെയ്ത് വിശന്നു തളർന്ന തടവ് പുള്ളികൾക്ക് ഉച്ചഭക്ഷണത്തിന് വെറും ഉപ്പും അരിയും മാത്രമാണ് ലഭിക്കുക. എന്നാൽ ഇത് മാത്രം കഴിച്ച ആളുകൾക്ക് പോഷകാഹാരക്കുറവ് ഉണ്ടാവുകയും താമസിയാതെ അവർ മരിക്കുകയും ചെയ്തു. എന്നാൽ ഇത് തടവുകാരെ കൊല്ലാനുള്ള നയപരമായ മാർഗമായിരുന്നു. വിശപ്പ് മാറാതെ ആളുകൾ കയ്യിൽ കിട്ടുന്നതെല്ലാം കഴിക്കാൻ തുടങ്ങി. ഒടുവിൽ ജീവൻ നിലനിർത്താൻ മറ്റു വഴികളില്ലാതെ അവർ എലികളെയും പ്രാണികളെയും തവളകളെയും പിടിച്ച് കഴിക്കാൻ ആരംഭിച്ചു. പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്യുകയും എന്നാൽ ആവശ്യത്തിന് ആഹാരം കിട്ടാതിരിക്കുകയും ചെയ്തതോടെ ജീവിതം നരകതുല്യമാവുകയായിരുന്നു അത്രേ. ഇത് വെറും കെട്ടുകഥയല്ല. കൊറിയൻ ജില്ലയിലെ നരക ജീവിതം അനുഭവിച്ച കാങ് ചോലിന്റെ പച്ചയായ ജീവിതമാണ്. ക്യാമ്പിനുള്ളിൽ ആളുകളെ ഇഞ്ചിഞ്ചായി കൊല്ലാനായി പലവിധ പീഡന സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അത്രേ. ഒരാൾ തെറ്റു ചെയ്യുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്താൽ അയാളെ പരമാവധി കൊല്ലാക്കൊല ചെയ്യുമായിരുന്നു അത്രേ. മാസത്തിൽ ഒരിക്കലോ ചിലപ്പോൾ 2 തവണയോ അവിടെ പരസ്യമായി വധശിക്ഷകൾ നടക്കുമായിരുന്നു. അതിൽ 2 തടവുകാരെ കഴിവേറ്റിയത് തനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണെന്നാണ് കാങ് പറയുന്നത്. ആ തടവുകാരെ കല്ലെറിയാൻ അവർ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഒടുവിൽ ആയിരക്കണക്കിന് കല്ലുകൾ കൊണ്ട് അവരുടെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വികൃതമായിരുന്നു. ക്യാമ്പുകളിൽ ഏകദേശം 20,000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നാണ് വിശകലന വിദഗ്ധർ കരുതുന്നത്. ജോലികൾ ചെയ്യാനായി തടവുകളിൽ കഴിയുന്ന കുട്ടികളെയും അവർ ഉപയോഗിച്ചിരുന്നു. ഉത്തര കൊറിയക്കാർ സർക്കാരിനോട് വിശ്വസ്തരാണെന്ന് ആദ്യ കാഴ്ചയിൽ തോന്നുമെങ്കിലും അവർ സർക്കാരിനെ ഭയപ്പെടുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലുള്ളത് തുറന്നു സംസാരിക്കാൻ ഭയമാണ്.